നമസ്കാരം. 56ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ പ്രത്യേക വിശേഷങ്ങളുമായുള്ള പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. 3ാം ദിവസത്തെ മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യ ദിവസത്തെ ആദ്യ ഇനങ്ങളുടെ റിസൾട്ടുകൾ വന്നു കഴിഞ്ഞപ്പോൾ പാലക്കാട് തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. 264 പോയിന്റാണ് പാലക്കാടിനുള്ളത്. തൊട്ടു പിന്നാലെ കോഴിക്കോടുണ്ട് 259 പോയിന്റുമായി. കോട്ടയം 3ാം സ്ഥാനത്ത് 256 പോയിന്റുമായി. ഈ വിധത്തിൽ റിസൾട്ടുകൾ മാറി മറിയുന്ന ഒരു കാഴ്ച തന്നെയാണ് ഈ ഒരു 3ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിവിധ വേദികളിലായി ഈ 19 വേദികളിലായി സജീവമായി തന്നെ മത്സരങ്ങളുണ്ട്. ഗ്ലാമർ ഇനങ്ങൾ നടക്കുന്നുണ്ട്. മിമിക്രി ഉൾപ്പെടെയുള്ള മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഏതായാലും നമുക്ക് ഈ പ്രത്യേക പരിപാടിയിൽ നമ്മളുടെ ഈ പുത്തരിക്കണ്ടത്തുള്ള സ്റ്റുഡിയോയിൽ തത്സമയം നമുക്ക് ഈ കലോത്സവ വിശേഷങ്ങളൊപ്പം സ്വന്തം വിശേഷങ്ങൾ കലാവിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനായി ഒരു അതിഥി ചേരുന്നുണ്ട്. വലിയൊരു ഇൻട്രഡക്ഷൻ്റെ ആവശ്യമില്ല. ചേട്ടനാണ്. ചേട്ടന്റെ വിശേഷങ്ങളിലേക്ക് വരാം. ഇപ്പോൾ ആദ്യ വേദിയിൽ പ്രധാന വേദിയായ ചിലങ്കയിൽ കേരള നടനം മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. വേദിയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കണ്ട ശേഷം വളരെ വേഗം ഗസ്റ്റിലേക്ക് എത്താം. ഏതായാലും നമുക്ക് കൊച്ചുപുറമൻ ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരാം. ചേട്ടാ, എന്തും ഏതും ആഘോഷമാക്കുന്നവരാണ് ട്രിവാൻഡ്രംകാർ. ഇങ്ങനെ ഒരു ട്രിവാൻഡ്രത്തേക്ക് ഒരു കലയുടെ വലിയ ഉത്സവം, ഏഷ്യയിലെ തന്നെ ഒരു വലിയ കൗമാര ഉത്സവം എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ ഒരു ഉത്സവം വന്നപ്പോൾ എങ്ങനെയുണ്ട് ആ ഒരു ഫീൽ? എല്ലാ പ്രാവശ്യവും ഈ കൗമാരകലയുടെ ഉത്സവം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ എനിക്കെന്നല്ല ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ആഹ്ലാദം പകരുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ഈ കലാപരിപാടികൾ ഇവിടെ അവതരിപ്പിക്കുമ്പോൾ ഇതിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള എല്ലാ പരിപാടികളിലും എല്ലാ വേദികളിലും ഒരുപോലെ പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കലാകാരനായിരുന്നു ഞാൻ. സിനിമയിലേക്ക് പ്രവേശിച്ചതിന് ശേഷം എനിക്കധികമായിട്ട് ഈ വേദികൾ പങ്കിടാൻ എനിക്ക് കഴിയുന്നില്ല. പലപ്പോഴും ആഗ്രഹം ഉള്ളിൽ ഒതുക്കേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട് വിട്ട് മറ്റ് പാലക്കാട്, കോഴിക്കോട്, എറണാകുളം ഭാഗത്ത് നിന്നാണ് അവിടെയെങ്കിലും പോയി കാണാമെന്ന് വയ്ക്കുമ്പോൾ അന്നേരത്തെ ഈ സിനിമയുടെ ചെറിയ തിരക്കുകൾ കാരണം നമുക്ക് പോയി പറ്റിയിട്ടില്ല. കഴിഞ്ഞ തിരുവനന്തപുരത്ത് നടന്ന മത്സരത്തിലും എനിക്ക് പങ്കെടുക്കണമെന്ന്, എന്നിട്ടും 1-2 വേദികളിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റും. ഇത്തവണ മനഃപൂർവ്വം എല്ലാ വേദികളിലും ചെന്ന് അവരുടെ അവസ്ഥകളും കലാകാരന്മാരുമായിട്ടൊക്കെ പങ്കെടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം വെച്ച് പ്രവർത്തിക്കുന്നതിൻ്റെ ഇടയിൽ 1-2 ദിവസം തടസ്സം ഉണ്ടായെങ്കിലും ഇനിയുള്ള മുക്കാൽ ദിവസങ്ങളിലും ഞാൻ ഉണ്ടാകും എന്നുള്ളതാണ്. ഈ സിനിമയുടെ തിരക്കുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെ ഈ കലാമാമാങ്കം ആസ്വദിക്കാൻ എത്തിയിരിക്കുകയാണ് ചേട്ടൻ. അതെ, എങ്ങനെയാണ് ഈ എന്തൊക്കെ ഇനം കാണാനാണ് താല്പര്യം? അങ്ങനെ ഞാൻ സ്വാഭാവികമായിട്ടൊരു നടനായതുകൊണ്ട് നടൻ എന്നുള്ള രീതിയിലുള്ള മത്സരങ്ങൾ കാണാനാണ് കൂടുതൽ താല്പര്യങ്ങൾ. പക്ഷേ അതിനേക്കാൾ ഉപരി ഞാനൊരു സംഗീത കുടുംബത്തിൽ പറഞ്ഞവനായതുകൊണ്ട് സംഗീതമാണ് 1ാം സ്ഥാനം നോക്കുന്നത്. സംഗീതമായിട്ട് ബന്ധപ്പെട്ട ഏത് മത്സരങ്ങൾ നടന്നാലും അത് കഴിഞ്ഞിട്ട് മറ്റുള്ളതിന് ഞാൻ ഇടം കൊടുക്കുകയുള്ളൂ. ഏതായാലും മിമിക്രി വേദി ഇന്നിപ്പം സജീവമായി ഉണർന്നിരിക്കുകയാണ്. മിമിക്രി വേദികളിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ അനുകരിക്കുന്ന ഒരു ശബ്ദം കൂടിയായിരിക്കും ചേട്ടൻ. ഏതായാലും ചേട്ടനും കൂടി ഒരു പക്ഷേ ആസ്വദിക്കുന്ന ആ ഒരു കല. ഇപ്പോൾ മിമിക്രി വേദിയിൽ പെൺകുട്ടികളുടെ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള തത്സമയ സംപ്രേഷണത്തിലേക്ക് കൂടി മിമിക്രി ഷോ. ഞാനത് കാണാനായി വീണ്ടും കാത്തിരുന്നു. നമസ്കാരം. ആദ്യമായി നമുക്കൊരു ഡോഗ് മ്യൂസിക് കേൾക്കാം.
പിന്നെ ഒരു വലിയ വീട്ടിലെ പട്ടിയുടെയും പാവപ്പെട്ട വീട്ടിലെ പട്ടിയുടെയും ശബ്ദത്തിനുണ്ടാകുന്ന വ്യത്യാസം നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വലിയ വീട്ടിലെ പട്ടി അടുത്തായി ഒരു പാവപ്പെട്ട വീട്ടിലെ പട്ടിയുടെ ശബ്ദമോ? അടുത്തായി ഒരു വിശന്ന് പറഞ്ഞ പട്ടി. ഇനി ഒരു കല്ലേറുള്ള നായ. സത്യത്തിൽ ഈ പെൺകുട്ടികളുടെ മിമിക്രി മത്സരം എന്നൊക്കെ പറഞ്ഞ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഞാൻ കൊണ്ടുപോയത്. പക്ഷേ സ്ഥിരമായിട്ട് ഈ പെൺകുട്ടികൾക്ക് മിമിക്രി പറ്റത്തില്ല എന്ന് പെൺകുട്ടികൾ തന്നെ പറയിപ്പിക്കുകയാണോ? സ്ഥിരം ഈ പട്ടിയുടെ പൂച്ചയുടെ ശബ്ദം മാത്രം. അതിനപ്പുറത്തേക്ക് ഒരുപാട് നല്ല മിമിക്രി ആർട്ടിസ്റ്റുകളുണ്ട്, മലയാള സിനിമയിൽ തന്നെയുണ്ട് പെൺകുട്ടികൾ, സ്ത്രീകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് വ്യക്തമാകുന്നുണ്ട് നമുക്ക് പെൺകുട്ടികൾ കൂടുതൽ കടന്നു വരാത്തൊരു മേഖല കൂടിയാണ് മിമിക്രി. ഈ മിമിക്രി എന്ന് പറഞ്ഞ ശബ്ദാനുകരണമാണ് യഥാർത്ഥത്തിൽ ഉള്ളത്. നമ്മളെ ഇപ്പോൾ ഏറ്റവും അറിയപ്പെടുന്ന കാര്യങ്ങളുടെ ശബ്ദം അനുകരിക്കുക എന്നുള്ളതാണ് മിമിക്രിക്കാരുടെ പ്രധാന പരിപാടി. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയപ്പെടുന്ന ചലച്ചിത്ര താരങ്ങളെയും അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാക്കളുടെയും ഒക്കെ ശബ്ദങ്ങളാണ് ഇവർ കൂടുതൽ അനുകരിക്കുന്നത്. അത്രത്തോളം കഴിവ് കൂടുതലും പുരുഷന്മാരെയാണല്ലോ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് അതൊരു സ്ത്രീ അവതരിപ്പിച്ചാൽ അത്രത്തോളം കൽപ്പനയുടെ ശബ്ദം, ബിന്ദു പണിക്കരുടെ ശബ്ദം, അതൊക്കെ സ്ത്രീകൾക്ക് ഒരു പിടി ആൾക്കാരല്ലേ ഉള്ളൂ. അത് അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എല്ലാ പെൺകുട്ടികൾക്കും ഇതൊക്കെ അവതരിപ്പിക്കാനൊക്കെ ഉള്ളൂ. പിന്നെ പണ്ട് മുതലേ ഞാൻ പോലും ജനിക്കുന്നതിന് മുമ്പേ ഇതുപോലുള്ള കലാപരിപാടികൾക്ക് പട്ടിയുടെയും പൂച്ചയുടെയും ശബ്ദങ്ങൾ അനുകരിക്കുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വേദികളിൽ പുതിയ പുതിയ കണ്ടെത്തലുകൾ വന്നെത്തുന്നത് കുറവായിട്ടാണ് നമ്മൾ കാണേണ്ടത്. സൗമ്യ, അതിനിടയ്ക്ക് എനിക്ക് തോന്നുന്നു കലാകുടുംബത്തിൽ നിന്നാണ് കൊച്ചുപ്രേമൻ ചേട്ടൻ വരുന്നത്. പക്ഷെ കൊച്ചുപ്രേമൻ ചേട്ടൻ പാട്ട് പാടുന്ന അധികം ആരും കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ ഒരു പാട്ട് എന്തായാലും പ്രേക്ഷകർക്ക് വേണ്ടി ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ. എൻ്റെ അമ്മ ഒരു സംഗീത അധ്യാപികയായിരുന്നു. എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും പാടുന്നവരായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ദൈവം അനുഗ്രഹിച്ച് എനിക്കത് തന്നിട്ടില്ല. എനിക്ക് കിട്ടിയിരിക്കുന്നത് അഭിനയമാണ്. എങ്കിൽ തന്നെ ഈ പടുപാട്ട് പാടാത്ത കഴുതയുണ്ടോ എന്ന് പറയുന്നത് പോലെ പടുപാട്ട് പാടാത്ത കൊച്ചുപ്രേമനുണ്ടോ എന്നിപ്പോൾ കാണിച്ചു കൊടുക്കാം, അല്ലേ? ഇതൊരു പാട്ടായിട്ട് നിങ്ങൾ അംഗീകരിച്ച്, പാട്ട് പറയുന്നതായിട്ട് അംഗീകരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു രൂപ നോട്ട് കൊടുത്ത 1,00,000 കൂടെ പോരും. ഒരു രൂപ നോട്ട് കൊടുത്ത 1,00,000 കൂടെ പോരും. ഭാരം താങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങളെ തേടി നടപ്പു. ഭാരം താങ്ങി തളരുന്നവരെ ഭാഗ്യം നിങ്ങളെ തേടി നടപ്പു. വരുവിൽ നിങ്ങൾ വരുവിൽ. മായമില്ല, മന്ത്രമില്ല, ജാലവുമില്ല. ഒരു രൂപ നോട്ട് കൊടുത്ത 1,00,000 കൂടെ പോരും. പതിവായി തോറ്റു പഠിത്തം നിർത്തിയ ഹിപ്പി ചങ്ങാതി. പതിവായി തോറ്റു പഠിത്തം നിർത്തിയ ഹിപ്പി ചങ്ങാതി. പുതിയൊരു ട്യൂട്ടോറിയൽ തുടങ്ങാം, പ്രിൻസിപ്പലാകാം, ഓസിന് പ്രിൻസിപ്പലാകാം. വരുവിൽ നിങ്ങൾ വരുവിൽ. മായമില്ല, മന്ത്രമില്ല, ജാലവുമില്ല. മായമില്ല, മന്ത്രമില്ല, ജാലവുമില്ല. മായമില്ല, മന്ത്രം. അടൂർ ഭാസി സ്റ്റൈലല്ലേ പാട്ടിന്റെ? ഒരുപക്ഷെ അതിനിടയിൽ നമുക്ക് ചില വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ചേട്ടനിലേക്ക് തിരികേക്കാം. ഇന്നിപ്പോൾ ചാക്യാർ കൂത്ത് മത്സരം സ്റ്റേജ് മത്സരയോഗ്യമല്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ മണിക്കൂറുകൾ വൈകിയാണ് മത്സരങ്ങൾ തുടങ്ങിയതും. അതുകൊണ്ട് ചെറിയൊരു കല്ലുപിടി മത്സരത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും ചാക്യാർ കൂത്ത് ആയതുകൊണ്ട് അത് കണ്ടിരിക്കാനുള്ള ഒരു ആസ്വാദനം സ്വാഭാവികമായും അത് സദസ്സിലുള്ളവർക്ക് ഉണ്ടാവണം എന്നുള്ളത് കൊണ്ടുകൂടി ആ മത്സരം ശ്രദ്ധേയമായിരുന്നു എന്ന് തന്നെ പറയാം. ഒരു കൂത്തു പറയാനുള്ള അത്രയും തന്നെ സംഭവങ്ങളുണ്ടായിരുന്നു ഹൈസ്കൂൾ വിഭാഗം ചാക്യാർ കൂത്ത് വേദിയിൽ. 12 മണിക്കാണ് മത്സരം ആരംഭിക്കേണ്ടിയിരുന്നത്. പറഞ്ഞ സമയത്ത് ചാക്യാർ കൂത്ത് തുടങ്ങിയില്ല. എപ്പോൾ തുടങ്ങും എന്ന് ചോദിച്ച് കാണികൾ. ചിലർ കടലാസ് എടുത്ത് വീശി തുടങ്ങി. മറ്റു ചിലർ ഫോണിൽ തലകുനിച്ചിരുന്നു. ഇടയിൽ ചില ബിരുദന്മാർ കിട്ടിയ സ്ഥലത്ത് ഉറക്കം ആരംഭിച്ചു. അതിനിടയിലാണ് മത്സരം ജഡ്ജ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ടവർ പ്രതിഷേധിച്ച് കസേരയിൽ നിന്ന് എഴുന്നേറ്റത്.
തുടർന്ന് സർവം ബഹളമയം. കാർപ്പറ്റ് മാത്രം മതി, ഇതിന്റെ മുകളിൽ ഇത് കളിക്കാൻ കഴിയില്ലാണ് അവർ പറയുന്നത്. കാര്യം കളിക്കാതെ ഇതെന്നാ വേണ്ടേ, ഇതിന്റെ മുകളിൽ കളി, ഇതിന്റെ മുകളിൽ ഇതൊന്ന് അടി ഉറപ്പിച്ചാൽ കളിക്കാൻ പറ്റുമോ? അടി മൈക്കിന്റെ സൗണ്ട് ഓടുന്നത് ഒറ്റ വരി കേട്ടില്ല. 23 തുള്ളലേ മനസ്സിലാവും. ഈ ജാതി ഉണ്ടാക്കണമെങ്കിൽ സ്റ്റേജ് ഉണ്ടാക്കണ അവസ്ഥ ആലോചിച്ചു. ചാക്യാർകൂത്ത് അവതരിപ്പിക്കാൻ പാകത്തിലല്ല സ്റ്റേജിന്റെ നിർമ്മാണം. പരാതി രൂക്ഷമായപ്പോൾ പരിശോധിക്കാൻ ആളെത്തി. അപ്പോഴും സീൻ കോൺട്ര. അങ്ങനെ പറഞ്ഞ നിങ്ങൾ അങ്ങനെ പറയാമോ? സാറിന് അറിയാമോ എന്നൊക്കെ ചോദിച്ചാൽ സാർ ഇത് അറിയാമായിട്ടല്ലേ ഇതിന്റെ ജന കൺവീനർ ആയിരിക്കണേ? സാർ ഈ മേളയുടെ ജന കൺവീനർ ആയിരിക്കണേ. ഇതൊക്കെ ചെറുതായി മനസ്സിലാക്കിയിട്ടല്ലേ ചാക്യാർകൂത്ത്. തൊട്ടു പിന്നാലെ സ്റ്റേജ് നന്നാക്കാൻ ആളെത്തി. ഇപ്പൊ ശരിയാക്കി തരാമെന്നും പറഞ്ഞ് ജോലി ആരംഭിച്ചു. പിന്നെയും മണിക്കൂറുകൾ നീണ്ടു. 12 മണിയായിട്ട് തുടങ്ങേണ്ട പരിപാടിയായിരുന്നു ചാക്യാർകൂത്ത്. പക്ഷെ 6 മണിയായിട്ടും പരിപാടി തുടങ്ങിയില്ല. കുറേ നേരം കൊണ്ടേ വേഷം കെട്ടിയിരിക്കുകയാണ്. മറ്റു മാർഗങ്ങളില്ലാതെ ചാക്യാന്മാർ ചായയിലും ബജിയിലും ശരണം പ്രാപിച്ചു. ഇപ്പൊ ശരിയാക്കി തരാമെന്ന വാഗ്ദാനത്തിൽ ജോലി ഇവിടെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ ശരിയാകുമെന്ന ആശങ്കയിൽ ചാക്യാന്മാർ അകത്ത് വേഷമിട്ട് കാത്തിരിക്കുന്നു. ക്യാമറാമാൻ രാഹുൽ ചന്ദ്രനൊപ്പം വിനിഷ വൃന്ദാവൻ. എന്നാലും കൊച്ചുപ്രേമൻ ചേട്ടൻ്റെ വിശേഷങ്ങളിലേക്ക് തന്നെ വരികയാണ്. ചേട്ടാ, നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ തന്നെ പറയുകയുണ്ടായി, ഒന്ന് ചേട്ടൻ്റെ ശബ്ദം രൂപം ഒക്കെ കൊണ്ടായിരിക്കും ഈ ഒരു കോമഡി ക്യാരക്ടറിലേക്ക് വരുന്നത്. പക്ഷെ അതിനപ്പുറത്തേക്ക് സീരിയസ് ക്യാരക്ടേഴ്സ് ഒരുപാട് ചേട്ടൻ വളരെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചേട്ടൻ ഏതാണ് കംഫർട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്? ഒരു നടനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കംഫർട്ടാക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഉള്ളവരായിരിക്കണം ഒരു നടൻ എന്ന് പറയുന്നത്. രണ്ടും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അഭിനയത്തിൽ അങ്ങനെ പ്രത്യേക തലങ്ങളൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പിന്നെ ഈ പണ്ട് മുതലേ ഈ ടൈപ്പാക്കപ്പെടുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഞാൻ ഈ കൊച്ചുനാളിൽ നാടകമൊക്കെ എഴുതി സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ എഴുതിയ നാടകങ്ങളിൽ ഒന്ന് കയറി നായകനായിട്ട് അഭിനയിക്കേണ്ട എന്നും പിന്നെ എൻ്റെ രൂപത്തെപ്പറ്റിയും ശബ്ദത്തെപ്പറ്റിയൊക്കെ എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടും നാടകങ്ങളിൽ ഈ ചെറിയ കഥാപാത്രം ചെറിയ കഥാപാത്രം എന്ന് പറയുന്നത് സാധാരണ നാടകങ്ങളിൽ ചെറിയ കഥാപാത്രം എന്ന് പറഞ്ഞാൽ തമാശ വരുന്ന കഥാപാത്രം, ഇടയ്ക്ക് ഒന്ന് പുട്ടിന് പീര എന്ന് പറയുന്നത് പോലെ ഇട്ട് കൊടുക്കുന്ന ഒരു അത്തരം കഥാപാത്രങ്ങളാണ് ചെയ്തത്. പക്ഷേ അത്തരം കഥാപാത്രങ്ങൾ പെട്ടെന്ന് നായകനേക്കാളും മുമ്പേ ജനങ്ങളിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ അവരതിനെ സ്വീകരിച്ചെടുക്കും. അതാണ് ഈ സിനിമയിലേക്കും സീരിയലിലും ഒക്കെ ഉള്ള തമാശ ചെയ്യുവാനുള്ള ഒരു വഴിയായിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് ഇപ്പൊ ഈ ചേട്ടൻ സ്ക്രീനിൽ അപ്പിയർ ചെയ്യുമ്പോൾ തന്നെ ആളുകൾക്ക് ചിരി വരുന്ന നിലയിലേക്കാണ് അതിന്റെ ഒരു. അപ്പൊ അങ്ങനെ ഒരു ടൈപ്പായി പോയതാണോ? അല്ല ചെറുപ്പകാലത്ത് എങ്ങനെയായിരുന്നു ഈ കലോത്സവ അനുഭവങ്ങളോ അല്ല അങ്ങനെ എന്തെങ്കിലും ഈ നാടകങ്ങളിലോ ഈ ഒരു നിലയിൽ തന്നെ കൊമേഡിയനായി വരികയാണോ ഉണ്ടായത്? അങ്ങനെ തന്നെയാണ് വന്നത്. കാരണം ഒന്നാമത് ഞാൻ പറയട്ടെ, ഞാൻ ഒരു മത്സരത്തിനും പങ്കെടുത്തില്ല. സ്കൂളിൽ പഠിക്കുന്ന കാലത്തും അവിടുത്തെ അഭിനേതാവും ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ പാട്ടുകളും എഴുത്തും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരാളായിരുന്നിട്ട് പോലും സ്കൂളിൽ നടക്കുന്ന മത്സരങ്ങളിൽ പോലും അധികം ഞാൻ പങ്കെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ പുരസ്കാരങ്ങളോ സമ്മാനങ്ങളോ ഒക്കെ വളരെ കുറവായിട്ട് കിട്ടിയിട്ടുള്ള ആളാണ്. എൻ്റെ ചിന്താഗതി കുട്ടിക്കാലം മുതലേ നമ്മളെ ഉള്ളിൽ കിടക്കുന്ന കല മത്സരിക്കുവാൻ ഉള്ളതല്ല എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. മത്സരിച്ച് ജയിക്കുവാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതുകൊണ്ട് എൻ്റെ കല ജനം എവിടെയെങ്കിലും അവതരിപ്പിക്കുക, അത് അംഗീകരിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് മത്സരിച്ചില്ല എന്ന് കരുതി എനിക്ക് സ്ഥാനങ്ങളോ സിനിമയിലേക്കുള്ള അവസരങ്ങളോ ഒന്നും കുറഞ്ഞിട്ടില്ല. മത്സരിക്കാതെ തന്നെ ജനത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ എത്തിയതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളിലും സിനിമകളിലും ഒക്കെ എത്തപ്പെടാൻ ഇന്ന് സ്ഥായിയായി നിൽക്കുന്നതിൻ്റെ കാര്യം അത് തന്നെയാണ്. ഒരുപക്ഷെ ചേട്ടാ, ഒരുപാട് പേർക്കൊന്നും കിട്ടാത്തൊരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ചേട്ടൻ്റെ ഈ ഒരു രൂപത്തിനപ്പുറത്തേക്ക് ആദ്യം ഹിറ്റായത് ചേട്ടൻ്റെ ശബ്ദമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം കിട്ടത്തില്ല. ഏറ്റവും കൂടുതൽ അനുകരിക്കപ്പെടുന്ന ഒരു ശബ്ദം കൂടിയാണ്. എങ്ങനെയാണ് ചേട്ടൻ തന്നെയാണോ ഈ പ്രിഫർ ചെയ്ത് എൻ്റെ ശബ്ദത്തിൽ തന്നെ ഡബ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനമെടുത്തത്? അല്ല, അങ്ങനെയാണ്. എൻ്റെ ശബ്ദത്തിൽ അല്ലാതെ മാറ്റി ചെയ്തിട്ടുള്ള വളരെ അപൂർവം ഒന്നോ എൻ്റെ കുഴപ്പം കണ്ടല്ലോ അല്ല. അത് സിനിമയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുത്തതാരാണ് എന്റെ ശബ്ദം തന്നെ ഉപയോഗിക്കാം എന്ന്? എൻ്റെ ശബ്ദം അഭിനയത്തെക്കാൾ കൂടുതൽ എൻ്റെ ശബ്ദമാണ് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും എൻ്റെ ശബ്ദത്തിൽ അതിൽ വരുത്താൻ ശ്രമിക്കും. ഇതിൽ നമുക്കൊരു കൗതുകം തോന്നുന്നത് അറിയാമോ? പല ഡയലോഗുകളിലും ചേട്ടൻ്റെതായിട്ടുള്ള ചില വേർഡ്സ് ഉണ്ടാവും. അതെങ്ങനെയാണ് അതിനകത്ത് കൊണ്ടുവരുന്നത്? ഒന്നാമത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനായാൽ മാത്രമേ ഞാൻ ശ്രദ്ധിക്കപ്പെടൂ. അപ്പൊ ആ ഒരു വ്യത്യസ്തത എൻ്റെ പറച്ചിലുകളിലും എക്സ്പ്രഷനുകളിലും ഒക്കെ വന്നുകൂടി. അപ്പൊ ഞാനെന്നല്ല
മറ്റൊരു ഏതൊരു കലാകാരനും അവനും അവൻ്റേതായിട്ടുള്ള ഒരു മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രകടനം അവൻ കാഴ്ചവെച്ചാലേ അവന് ഈ മറ്റു വേദികളിൽ അവസരം കിട്ടുകയുള്ളൂ എന്നുള്ള വിശ്വാസം. അത്തരത്തിൽ ബന്ധപ്പെട്ട ഇന്ന് നമ്മൾ വന്നിട്ടുള്ള കലാകാരന്മാരും കലാകാരികളെല്ലാം ഇപ്പം മത്സരത്തിൽ ജയിച്ചു വന്നു, ഇത്രയും പേര് മത്സരിച്ച് ഒന്നാം സ്ഥാനമായി ആ കുട്ടിയെ ശ്രദ്ധിക്കും അല്ലേ? അപ്പോൾ അതിൻ്റെ സിനിമയിലോ അല്ലെങ്കിൽ പാടാനോ അങ്ങനെയുള്ള കലകളിലൊക്കെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. ചേട്ടാ അങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ഡയലോഗ് ചേട്ടൻ ഒന്ന് ഓർത്തെടുക്കാമെന്ന് പറയുമോ? എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ഞാൻ തിളക്കം എന്ന ചിത്രത്തിൽ ഞാൻ പറഞ്ഞ ഒരു കഥാപാത്രമുണ്ട്, വെളിച്ചപ്പാടെന്നുള്ളൊരു കഥാപാത്രം. വെളിച്ചപ്പാടിൽ അയാൾക്ക് എപ്പോഴും ഈ കുളത്തിലോ അല്ലെങ്കിൽ വെള്ളത്തിലോ ചാടുന്ന അതിൻ്റെ ക്ലൈമാക്സ് പിന്നെ അവതരിപ്പിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു പട്ടി എപ്പോഴും ഇയാളെ ഫോളോ ചെയ്യുന്നുണ്ട്. പട്ടി ഓടിക്കും, ഇയാൾ കുളത്തിൽ ചാടും. പട്ടി ഓടിക്കും, ഇയാൾ പാറയെന്ന് കരുതി ആനയുടെ പുറത്ത് ചാടും കുളത്തിൽ. അങ്ങനെയൊക്കെ ഉള്ളൊരു കഥാപാത്രം. അപ്പോൾ അതിൽ പറയുന്ന ഇങ്ങനെ ദിലീപിൻ്റെ വീട്ടിൽ ഇങ്ങനെ പറയെടുക്കാൻ വന്നിട്ട് ദിലീപ് ഇങ്ങനെ മുണ്ട് പറിക്കാനായിട്ട് ഒരു ശ്രമം. ഇത് അങ്ങനെ പുള്ളിക്ക് സ്ഥിരമില്ലാത്ത ഒരാളാണ്. അയാൾക്ക് ഈ മുണ്ടെന്ന് പറയുന്ന ഭയങ്കര അലർജിയാണ്. അതുകൊണ്ട് അത് പറിക്കാനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇയാളെ ഈ വെളിച്ചപ്പാടി ഇങ്ങനെ മുണ്ടെടുത്തുകൊണ്ട് വരുമ്പോൾ ഇവൻ ഇങ്ങനെ കൈവച്ച് ഇങ്ങനെ നോക്കുമ്പോൾ അത് സൂം ചെയ്യുന്നത് വെളിച്ചപ്പാടിലേക്കാണ്. അപ്പോൾ അത് ഈ വെളിച്ചപ്പാട് മനസ്സിലാക്കിയിട്ട് വെളിച്ചപ്പാട് ഓടുമ്പോൾ പറഞ്ഞുകൊണ്ട് പോകുന്ന ഡയലോഗ്, പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് എഴുതി വച്ചിരിക്കുന്നത് പോലെ ഈ വീട്ടിൽ കുട്ടിയുണ്ട് മുണ്ട് പറിക്കും എന്നൊരു ബോർഡ് എഴുതി വെക്കുന്നത് എന്തുകൊണ്ടും നന്നായിരിക്കും. ഓക്കെ, ഈ ശബ്ദം അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് എടുത്തതാണ്, ബോധപൂർവ്വം അങ്ങനെ എടുത്തതാണ്, അങ്ങനെ ഒരു ടോണിലേക്ക് മാറ്റി എടുത്തതാണോ ചേട്ടാ? ആ കഥാപാത്രത്തിന് അത് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഇത് ഈ പറഞ്ഞ ഞാൻ ഫോൺ ചെയ്യുമ്പോഴൊക്കെ ആൾക്കാർ ഇത് കൊച്ചുപ്രേം ചേട്ടൻ തന്നെയാണോ എന്ന് എൻ്റെ ശബ്ദം അഭിനയിക്കുമ്പോൾ അല്ലെങ്കിൽ അത്തരം ഒരു കഥാപാത്രം ആവശ്യപ്പെടുന്ന ശബ്ദമല്ല എനിക്ക് സ്ഥായിയായ ഒരു ശബ്ദമുണ്ട്. ഇപ്പം മാറി നിന്ന് കേൾക്കുന്നവർക്ക് വളരെ അപൂർവമായിട്ടുള്ളവർക്ക് മാത്രമേ ഇത് കൊച്ചുപ്രേം ചേട്ടനാണെന്ന് മനസ്സിലാകുള്ളൂ. ഞാൻ നേരെ മറിച്ച് ഞാനിപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞതുപോലെ പ്രസൻറ്റ് ചെയ്തിരുന്നു വളരെ എളുപ്പത്തിൽ അവർ കണ്ടുപിടിക്കാൻ കഴിയും. എന്നാലും നമുക്ക് ഒരു റിപ്പോർട്ടിലേക്ക് കൂടി പോകാം. ഇന്നലെ നടന്ന മത്സരങ്ങളിൽ ശ്രദ്ധേയമായ ഒരു മത്സരമായിരുന്നു വൃന്ദവാദ്യം. നിർമ്മല ഭവനിലെ വിദ്യാർത്ഥിനികൾ വൃന്ദവാദ്യത്തിൽ തകർത്ത് അരങ്ങിലെത്തി. വൃന്ദവാദ്യവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലേക്ക്. നിറഞ്ഞ സദസ്സിനെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാക്കിയായിരുന്നു ഹയർ സെക്കൻഡറി വിഭാഗം കുട്ടികളുടെ വൃന്ദവാദ്യം അരങ്ങ് തകർത്തത്. 17ലധികം ടീമുകൾ മാറ്റുരച്ച വൃന്ദവാദ്യം അഥവാ ഓർക്കസ്ട്ര മത്സരത്തിൽ ഓരോ ടീമുകളും വ്യത്യസ്തമാർന്ന പ്രകടനം കൊണ്ട് കാണികളുടെ കയ്യടി നേടി. ബഹുഭൂരിപക്ഷം മത്സരാർത്ഥികളും വെസ്റ്റേൺ സംഗീതവും മലയാളം പാട്ടുകളുമൊക്കെ കൊണ്ട് മ്യൂസിക് ഫ്യൂഷൻ തീർത്തപ്പോൾ സ്വന്തം ശൈലിയിൽ ചിട്ടപ്പെടുത്തിയെടുത്ത ഉപകരണ സംഗീത വിസ്മയം സൃഷ്ടിച്ചവരും ഏറെയായിരുന്നു. ഫ്ലൂട്ടും ഇടയ്ക്കയും വീണയും ചെണ്ടയുമൊക്കെ പെൺകുട്ടികളായ തങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാണെന്ന് തെളിയിക്കൽ കൂടിയായിരുന്നു ചില ടീമുകളുടെ പ്രകടനം. ഓരോ ജില്ലയിൽ നിന്നുള്ളവരും വേദിയിൽ വൃന്ദവാദ്യത്തിൽ സംഗീത പെരുമഴ തീർത്തുവെന്നതും പറയാതെ വയ്യ. വൃന്ദവാദ്യത്തിൽ അക്ഷരാർത്ഥത്തിൽ ഈ കുട്ടികൾ ഇവിടെ മാന്ത്രിക വിസ്മയം തീർക്കുകയായിരുന്നു. മൃദംഗവും വീണയും ഋതംപാഡുമൊക്കെ ഇവരുടെ കൈകളിൽ സുരക്ഷിതം. ക്യാമറാമാൻ ദേവദത്തിനൊപ്പം സുനിൽ അരുമാൻ. അപ്പോൾ കൊച്ചുപ്രേം ചേട്ടാ, ഇപ്പോൾ പുതിയ സിനിമാ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ്? പുതിയ സിനിമാ വിശേഷം എന്ന് പറയുന്നത് എനിക്ക് പുതിയതായിട്ടൊരു സിനിമാ വിശേഷമല്ല. കാരണം എല്ലാ കാലങ്ങളും നമുക്ക് ഞാൻ എല്ലാ കാലത്തിലും ഒരുപോലെ ഉള്ളൊരു നടനായിരുന്നു. ഞാൻ വന്ന കാലഘട്ടം മുതൽ സിനിമയിൽ ഹിറ്റായി നിന്ന കാലം മുതൽ ഇങ്ങോട്ട് എനിക്ക് അവസരങ്ങൾ കുറഞ്ഞിട്ടില്ല എന്നൊരു വിശ്വാസം. അതൊരു മഹാഭാഗ്യമായിട്ട് നമ്മൾ കാണുന്നു. അപ്പോൾ ഈ നമ്മളെല്ലാം സാധാരണ പറയുന്നത് ന്യൂ ജനറേഷൻ വന്നപ്പോഴും ഓൾഡ് ജനറേഷൻ്റെ കാലഘട്ടത്തിലും ഒക്കെ എനിക്ക് ഒരുപോലെ തുലനമായിട്ടുള്ള സിനിമകൾ അത് അന്നുമുണ്ട് ഇന്നുമുണ്ട്. ഇപ്പം ഞാൻ പുതുതായിട്ട് ഞാൻ ഈ വർഷം എനിക്ക് സന്തോഷമായിട്ടൊരു കാര്യം പറയാൻ, ഞാൻ നായകനായിട്ട് ഒരു സിനിമയിൽ വന്നിരിക്കുകയാണ്. നമ്മുടെ പത്മകുമാർ ഇത്തവണ സംസ്ഥാന അവാർഡ് നേടിയ പത്മകുമാറിൻ്റെ രൂപാന്തരങ്ങൾ എന്ന ചിത്രത്തിലാണ് ഞാൻ അഭിനയിക്കുന്നത്. ഗൗരവമുള്ള, ഒരല്പം പോലും തമാശ കലർന്നിട്ടില്ലാത്ത ഒരു
വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു കഥാപാത്രമാണ് അതിനകത്തുള്ളത്. രാഘവൻ എന്നുള്ളൊരു ലോട്ടറി വിൽപ്പനക്കാരൻ, ലോട്ടറി കം ബീഡി തീർപ്പ് തൊഴിലായിട്ട് സ്വീകരിച്ചിരിക്കുന്ന ഒരു അന്ധനായ ഒരു കഥാപാത്രത്തിന് അവതരിപ്പിക്കും. ഒരുപക്ഷെ ഇച്ചിരി ഒരു വെല്ലുവിളി ഉണ്ടാകും, കാരണം ഇതുവരെയും സാധ്യതയുണ്ട്. പ്രേക്ഷകരുടെ ഒരു മുൻവിധി ഉണ്ടല്ലോ, അതിനെ മറികടക്കണം. കൊച്ചുപ്രേമൻ ചേട്ടൻ എങ്ങനെയാണ് അതിലേക്ക് ആ ഒരു ക്യാരക്ടറിനെ? അപ്പോൾ ഈ പത്മകുമാറുമായിട്ട് ഞാൻ ലോയ് സാറിൻ്റെ ഒരു പടത്തിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ പത്മകുമാർ അതിൽ അഭിനയിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ പത്മകുമാറിൻ്റെ ഒരു കണ്ടെത്തൽ തന്നെയാണെന്ന് പറയാം. ഈ സിനിമയിലേക്കുള്ള അല്ല, ഈ നായക സങ്കല്പത്തിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രത്തിനെ പറ്റിയ ആൾ അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പലരെയും ഞാൻ സങ്കല്പിച്ച് നോക്കി ഈ കഥാപാത്രത്തെ വെച്ച്. അപ്പോൾ ഒടുവിൽ ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയത് എന്നെയാണ് എന്ന് കരുതി ആണ് ആ കഥാപാത്രത്തെ എനിക്ക് എന്നാൽ കഴിയുന്ന വിധം ഞാനിപ്പോൾ അടുത്ത കാലത്ത് പടം ഇട്ട് കണ്ടു. വളരെ മനോഹരമായിട്ട് എനിക്ക് അപേക്ഷ ചെയ്യാൻ പറ്റിയെന്നുള്ളത് തന്നെയാണ്. കലോത്സവം ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ കലോത്സവത്തിനോടൊപ്പം തന്നെ ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റു ചില കാഴ്ചകൾ കൂടിയുണ്ട്. കഴിഞ്ഞ തുടർച്ചയായ 5 വർഷം കലോത്സവത്തിൻ്റെ താരമായിരുന്ന അർജുൻ ഇത്തവണ കലോത്സവത്തിനായി എത്തിയത് തങ്ങളുടെ കുട്ടികളെയും കൊണ്ട്, പഠിപ്പിക്കുന്ന കുട്ടികളെയും കൊണ്ട് അവരുടെ ആശാനായി ഓട്ടംതുള്ളലിൽ അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടായിരത്തി 10 മുതൽ കഴിഞ്ഞ കലോത്സവം വരെ അർജുൻ സുബ്രഹ്മണ്യൻ ഇങ്ങനെ അണിയറയിലായിരുന്നില്ല. കഥകളി, ഓട്ടംതുള്ളൽ, കഥകളി സംഗീതം, മദ്ദളം തുടങ്ങി വേദിയിലെ താരമായിരുന്നു. കഥകളിയിൽ 2 തവണയും ഓട്ടംതുള്ളലിൽ 1 തവണയും സംസ്ഥാനത്ത് ഒന്നാമതെത്തിയ താരം. പക്ഷേ ഇത്തവണ പണി വേദിക്ക് പിന്നിലാണ്. മത്സരാർത്ഥികൾക്ക് നാമം വയ്ക്കുക, വളയം വയ്ക്കുക, കണ്ണും പുരികവും എഴുതുക എന്നുവേണ്ട ഓട്ടംതുള്ളൽ അഭ്യസിപ്പിക്കുന്നുമുണ്ട് ഈ കലാകാരൻ. ഇപ്പോൾ സ്റ്റേജിൽ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോൾ നമുക്ക് കളിക്കണമെന്നുണ്ട്. പക്ഷേ +2 കഴിഞ്ഞു. ഇനി യൂണിവേഴ്സിറ്റി കലോത്സവത്തിന് പങ്കെടുക്കാൻ, അത് ഇത്ര വലിയ ഒരു കലോത്സവമല്ല, ഇത്ര പ്രശസ്തിയും അതിൻ്റെ അത്ര കിട്ടുകയൊന്നുമില്ല. അർജുൻ കഴക്കൂട്ടം ജ്യോതി നിലയം സ്കൂളിൽ നിന്നാണ് +2 പൂർത്തിയാക്കിയത്. കഥകളിയുടെ നാടായ പാലക്കാട് വെള്ളിനേഴിക്കാരൻ. അച്ഛൻ കലാമണ്ഡലം സുബ്രഹ്മണ്യൻ. കലയുടെ കുടുംബം. പഴയ താരത്തെ തേടുന്നവർ ഇതാ ഇനി ഇവിടെയാണ് വരേണ്ടത്, വേദിക്കു പുറകിലെ ഗ്രീൻ റൂമിൽ. വേഷം മാറിയെങ്കിലും അർജുൻ മേളയോടൊപ്പം ഉണ്ടാകും, അരങ്ങിലല്ലെന്നു മാത്രം. ക്യാമറാമാൻ ജയേഷ് വില്ലോടിക്കൊപ്പം KT സ്വാലിഹ്. കൊച്ചുപ്രേമൻ ചേട്ടൻ, ഏതായാലും നമ്മുടെ പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. ഇനി ഏതൊക്കെ ആയിരിക്കും ചേട്ടൻ ഈ കലോത്സവ വേദിയിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന മത്സരങ്ങൾ? ഒപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ കൊച്ചുപ്രേമന്മാരോ ഒക്കെ ഈ വേദികളിൽ ഒളിഞ്ഞു കിടപ്പുണ്ടാകുമെന്ന് കരുതുന്നുണ്ടോ? ഞാനിനി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് നാടകം ആണ്. ഇപ്പം മിമിക്രിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം അത് കാണാൻ പോരായിട്ട്. ഇപ്പോൾ നാടക ദിവസം രാവിലെ മുതൽ അത് പങ്കെടുത്ത് മിക്കവാറും എല്ലാ നാടകങ്ങളും കാണണമെന്ന് ആഗ്രഹിക്കുന്നത്. കാരണം ഞാനൊരു നാടക കലാകാരനായ സിനിമയിൽ വന്ന ഒരാളാണ്. അപ്പോൾ അത് പൊതുവെ താല്പര്യം അതിനായിരിക്കും. പിന്നെ കൊച്ചുപ്രേമന്മാർ അല്ല, കുറേ കൂടെ വലിയ പ്രേമന്മാരായി ഈ വേദികളിൽ നിന്ന് ഇതിൻ്റെ ആവശ്യമായ സിനിമ അതുപോലുള്ള മേഖലകളിൽ എത്തപ്പെടുവാൻ അവർക്ക് അതൊരു ജീവിതോപാധിയായി വലിയ വലിയ നടന്മാരായി മാറുവാനുള്ള അനുഗ്രഹം എൻ്റെ അഡ്വാൻസായിട്ട് ഞാൻ. അതോടൊപ്പം തന്നെ കൊച്ചുപ്രേമൻ ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ നായകനായിട്ട് അഭിനയിക്കുന്ന സിനിമ ഇറങ്ങാൻ പോകുന്നു. അതിനുള്ള എല്ലാ ആശംസകളും പ്രേക്ഷകരുടെയും ഞങ്ങളുടെയും ഒക്കെ ആശംസ കൂടി വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ്. കലാത്സവത്തിന്റെ ഭാഗമാക്കിയതിൽ ഞാനും വളരെ സന്തോഷമാണ്. ഏതായാലും കൊച്ചുപ്രേമൻ ചേട്ടന്റെ കൊച്ചല്ലാത്ത ഒരുപാട് വലിയ വിശേഷങ്ങളാണ് നമ്മൾ കേട്ടത്. കലോത്സവത്തിന്റെ 3ാം ദിവസം ഇന്നിപ്പോൾ മത്സര പരിപാടികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. പാലക്കാട് 284 പോയിന്റുമായി 1ാം സ്ഥാനത്തും കോഴിക്കോട് 279 പോയിന്റുമായി 2ാം സ്ഥാനത്തുമുണ്ട്. ഇഞ്ചോടിഞ്ച് മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഇന്നിപ്പോൾ തൽക്കാലം ഇവിടെ പുത്തിരിക്കണ്ടത്ത് മൈതാനത്തെ പ്രത്യേക സ്റ്റുഡിയോയിൽ നിന്നുള്ള തത്സമയ സംപ്രേഷണം ഇവിടെ പൂർത്തിയാവുകയാണ്. അടുത്ത ബുള്ളറ്റിനിൽ വീണ്ടും കലോത്സവ കാഴ്ചകളും വിശേഷങ്ങളുമായി തിരികെ എത്താം. നമസ്കാരം.